ഹലോ! ഞാൻ ഇന്നൊരു ജങ്ക് ജേർണലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഹെഡ്സെറ്റിൻ്റെ ഒരു കവറും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അക്കയുടെ ഹെഡ്സെറ്റിൻ്റെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഇത് വെച്ച് ചെയ്യാമെന്ന്. പേഴ്സണലി ബോട്ട് എനിക്ക് കുറച്ച് പ്രിയപ്പെട്ടതാണ്. കാരണം ദേ ഈ സംഭവങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്ന് സ്റ്റിക്കർ കിട്ടും. അതുപോലെ തന്നെ ഇതുപോലത്തെ ഓരോ ലീഫ്ലെറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി യുണീക്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലീഫ്ലെറ്റ്സ് കിട്ടുന്നതല്ല, എല്ലാത്തിൻ്റെ കൂടെ ലീഫ്ലെറ്റ്സ് കിട്ടും. പക്ഷേ ഇവരുടെ ലീഫ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി യുണീക്കും ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ കോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ ബ്രാൻഡ്സ് ഇതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവരെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടതുകൊണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടമാണ്. അപ്പോൾ അതെ നമ്മൾ ലീഫ്ലെറ്റിൽ നിന്നും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടിയ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ ജേർണൽ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയ കോട്ട്സ് ഒക്കെ ഞാൻ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. എല്ലാം യൂണീക്ക് ആയിട്ടുള്ള കോട്ട്സ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ മോട്ടിവേഷണൽ ആയിട്ടുള്ള കോട്ട്സ് ഒക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനമായിട്ട് ഈ ഹെഡ്സെറ്റിന്റെ സംഭവങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു ബ്ലൂ കളറിലെ ഹെഡ്സെറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെറിയ ചെറിയ സാധനങ്ങളും ബോട്ടിന്റെ ആ ഒരു ലോഗോയും എല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇതൊക്കെയാണ് അതിൽ നിന്ന് കിട്ടിയ കോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കെന്തായാലും ഈ ജേർണൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദേ ഈ കാണുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ അതിൽ നിന്ന് കിട്ടിയതാണ്. വേറെ ബ്രാൻഡ്സും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണേ. അപ്പോൾ ശരി, ബൈ.